മോള് സ്കൂളിൽ വരുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം കേട്ടോ, ഇന്ന് എന്താ അമ്മയെ തിന്നാന്ന്. ഇവളൊക്കെ അങ്ങനെയല്ലേ ഇരുന്നല്ലേ. അപ്പം നോക്കുമ്പോൾ എന്താ ഒന്നുമില്ല. അപ്പോഴാണ് ഞാനൊരു ഒരു ഒരു പടല പാളയംകോടൻ പഴം കണ്ടത്, മൈസൂർ പഴം കേട്ടോ. എന്നാൽ പിന്നെ അതുകൊണ്ട് കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കാൻ വിചാരിച്ചു. പക്ഷേ നല്ല സാധനമാണ്, നല്ല ഹെൽത്തി സാധനമാണ്. പക്ഷേ അവസാനം ചെറിയൊരു അബദ്ധം പറ്റി കേട്ടോ. അത് എന്താണ് നമുക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി നമ്മൾ പാളയംകോടൻ പഴം ഒരു 5-6 ഞാൻ എടുത്തു. എന്നിട്ടതിങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ മുറിച്ചിട്ടോ, കുഞ്ഞായിട്ടോ മുറിച്ചത്. മിക്സിയിലൊന്നും അടിച്ചില്ലേ, കാരണം നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാൻ വേണം. അതുകൊണ്ട് ഇങ്ങനെ കുഞ്ഞായിട്ട് മുറിച്ചു. എന്നിട്ട് ഞാനൊരു പാൻ എടുത്തു. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്തു, നമ്മളെ ഇതില്ലേ നെയ്യ് ഒഴിച്ചു. നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ മുറിച്ച് വെച്ച ഈ പഴമില്ലേ, പഴം അതിലേക്ക് ഇട്ടു. എന്നിട്ട് നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇത് ഫുൾ വെള്ളമൊക്കെ വറ്റി നല്ലൊരു പരുവത്തിൽ കിട്ടണം കേട്ടോ. നമുക്കിപ്പോൾ ഇത് പാളയംകോടൻ പഴം എന്നല്ല, ചെറുപഴമല്ല, ഈ നേന്ത്രപ്പഴത്തിനോണ്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ. ഈ കറുത്ത പഴമില്ലേ നേന്ത്രപ്പഴം, നല്ലോണം അധികം പഴുത്ത പഴം, അതുകൊണ്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാനിങ്ങനെ കുറേ ഇളക്കി ഇത് വെള്ളമൊക്കെ ഒരുമാതിരിയൊക്കെ ആയി ഇങ്ങനെ ആവുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, നമ്മളുണ്ടല്ലോ പഞ്ചസാര ഇടണം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടത്. ഒരുപാട് പഞ്ചസാര ഇട്ടില്ല, നല്ല നാടൻ പഴമായതുകൊണ്ട് നല്ല മധുരം ഉണ്ടായിരുന്നു ഇതിന്. അപ്പോൾ നല്ലോണം ഇതിപ്പോൾ വീണ്ടും ഒന്നിങ്ങനെ, അപ്പം ഈ പഞ്ചസാര മെൽറ്റ് ആവുന്നതിൻ്റെ ഒരു കുറച്ചും കൂടി ഒന്ന് ലിക്വിഡ് ഫോമിൽ വരും കേട്ടോ ഈ സാധനം. പിന്നെ നമ്മൾ വീണ്ടും നന്നായി ഇളക്കി കഴിഞ്ഞാൽ കണ്ടോ, ആ നോൺ സ്റ്റിക്കിൻ്റെ പാനിനെല്ലാം ഇങ്ങനെ പറഞ്ഞ് വരുന്ന പോലെയാവും. കണ്ടോ ഇങ്ങനെ ഫുൾ ഇങ്ങനെ മറ്റേ കുട്ടികൾ കളിക്കുന്ന സ്ലൈമൊക്കെ ഇല്ലേ, അതുപോലെ ഇങ്ങനെ ആയി വരും. അപ്പോൾ നമ്മൾ ആ പരുവത്തിൽ ഒരുവിധം നന്നായി അങ്ങനെ ആയി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ മാറ്റി വെക്കണം കേട്ടോ. ഇത് കണ്ടോ, ഇപ്പോൾ ഓൾമോസ്റ്റ് കണ്ടോ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വേറിട്ട് വരുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് മാറ്റി വെക്കണം, തണുക്കാൻ വേണ്ടി വെക്കണം. എന്നിട്ട് നമ്മൾ അതേ പാനിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു കപ്പ് പാലൊഴിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ഇടാം. പക്ഷേ ഞാൻ അത്ര പഞ്ചസാര ഇട്ടില്ല കേട്ടോ, ഇത്രയൊക്കെ ഇട്ടുള്ളൂ. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ടു. അരിപ്പൊടി ഞാനൊരു കപ്പ് അല്ല 1/2 കപ്പ് അരിപ്പൊടി ഇട്ടു കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇട്ടത് ചെറിയ കപ്പാണ്, 1/4 കപ്പാണ് ഇട്ടത്. അപ്പോൾ അത് 2 ഇട്ടു. അങ്ങനെ 1/2 കപ്പ് അരിപ്പൊടി ഇട്ടു. എന്നിട്ട് ഞാൻ നല്ലോണം ഇളക്കി ഫുള്ളത് മിക്സായി, ഫുൾ വെള്ളം വറ്റുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. പാല് മാത്രമേ ഒഴിച്ചുള്ളൂ, വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഈ പാലിൽ നല്ലോണം മിക്സായി കൊടുത്തു. നമുക്ക് ഏലക്കായ പൊടിയൊക്കെ ഇടാം കേട്ടോ, നല്ലതാണ്. നല്ലോണം മിക്സായി കഴിഞ്ഞ് കണ്ടോ, ഓൾമോസ്റ്റ് എല്ലാ വെള്ളവും വറ്റി ആ മാവ് നല്ലോണം ഇതായി കഴിഞ്ഞു കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് ഇനി പഞ്ചസാര ഇടണോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാൻ പിന്നെ ഓൾറെഡി കുറച്ച് മധുരമൊക്കെ കുറയ്ക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആദ്യമേ ആക്കി വെച്ച പഴം ഇതിലേക്ക് ഇട്ടിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം, നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. കാരണം നമുക്കിനി ഇത് എന്ത് ചെയ്യണം, ഫുൾ വെള്ളം വറ്റി നല്ല ഈ ചപ്പാത്തി മാവ് പോലെ ഇങ്ങനെ ആ പരുവത്തിൽ കിട്ടണം. നല്ലോണം ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്തെടുത്തു, വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് നല്ല സുഖമാണ്, ഇങ്ങനെ വലിയ പ്രയാസമൊന്നുമില്ല. ചട്ടിയിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നോൺ സ്റ്റിക്ക് ആവുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുമില്ല. അതിന് പറ്റി പിടിക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ട. പിന്നെ തീ ഇത്തിരി സിമ്മിലാക്കിയിട്ട് വേണം ചെയ്യാൻ, കരിഞ്ഞു പോകണ്ടെന്ന് കരുതിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അത്യാവശ്യമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ തിരുമ്മിയ തേങ്ങ ഇടണം കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിനാണ് ഇടേണ്ടത്. എത്ര ചിലർക്ക് കുറേ തേങ്ങ കടിക്കേണ്ടി വരും. ഇപ്പോൾ ഇവിടെ നിന്ന് അത്രയും കൂടെ തേങ്ങ വലിയ പിടുത്തമില്ല, അതുകൊണ്ട് ഞാൻ ഒരു ആവശ്യത്തിന് ഇട്ടിട്ടുള്ളൂ കേട്ടോ. നമ്മൾ നന്നായി ഇളക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് ഇപ്പോൾ അത്യാവശ്യം ഒരു ഡ്രൈ ആയിട്ട് കിട്ടി, വെള്ളമൊക്കെ പോയ ഫോമിലിങ്ങനെ കിട്ടി. അപ്പോൾ നമ്മളിത് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തണുക്കാൻ വെക്കണം കേട്ടോ. കാരണം നമുക്കിതിനിപ്പോൾ ഇനി ഉരുട്ടിയൊക്കെ എടുക്കണ്ടേ. നല്ലോണം ഇളക്കിയിട്ട് കണ്ടപ്പോൾ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മാതിരി അരിപ്പൊടിക്ക് വരെ നിങ്ങൾക്ക് റവ ഇടാട്ടോ, നല്ലതാട്ടോ. നേന്ത്രപ്പഴം റവയൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാം കേട്ടോ, നല്ല രസമുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ അവൈലബിൾ ആയ സംഭവങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കി, അത്രയേ ഉള്ളൂ. ഇതൊക്കെ നല്ലതാണ്, നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇത് കണ്ടോ, ഓൾമോസ്റ്റ് സെറ്റായി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൈ കൊണ്ട് നല്ലോണം ഉരുട്ടി എടുക്കണം. നല്ലോണം കുഴച്ചിട്ട് നല്ലോണം എല്ലാം കൈ കൊണ്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ ചെറിയ ബോളാക്കിയിട്ട് റൗണ്ടാക്കിയിട്ട് നമ്മുടെ കട്ട്ലറ്റിൻ്റെയൊക്കെ ഷേപ്പ് ആക്കണം കേട്ടോ. ഇതിലിപ്പോൾ കട്ട്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിപ്പോൾ എല്ലാ സ്ഥലത്തും കട്ട്ലറ്റ് ആണോ പറയാമെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെയൊക്കെ നമ്മൾ കട്ട്ലറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് പിള്ളേർക്ക് കൊടുക്കുക ചെയ്യാറ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതെടുത്തിട്ട് നമ്മളിങ്ങനെ ഉരുട്ടി വെക്കും. ഞാൻ ആക്ച്വലി ഉരുട്ടിയിട്ട് ഞാൻ അതിനൊന്ന് അപ്പുറം 4 സൈഡും ഒന്നിങ്ങനെ പാത്രത്തിൽ മുട്ടിച്ച് എന്ത് ചെയ്തു, ചെറിയൊരു സ്ക്വയർ ഷേപ്പിലൊക്കെ ആക്കിയിട്ടോ. വെറുതെ എപ്പോഴും വട്ടമല്ലേ, അപ്പോൾ വെറുതെ ഒന്ന്
സ്ക്വയറാക്കാൻ എഴുതിയിട്ട് ഒന്ന് ഷേപ്പ് മാറ്റി കൊടുത്തത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, ഞാൻ ഇത് വേണമെങ്കിൽ നമുക്ക് മുക്കി പൊരിക്കാം. ഞാൻ പക്ഷേ അത് പ്രിഫർ ചെയ്തില്ല, കാരണം എല്ലാം എന്ത് സാധനങ്ങളാണ്, പിന്നെ അതുമല്ല ഈ വെളിച്ചെണ്ണ കുറേ കഴിക്കേണ്ടത് നിർത്തിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിനിങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് സിമ്മാക്കി വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് ചുട്ടെടുക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ അധികം വെളിച്ചെണ്ണ ഉണ്ട് എന്നുള്ള പേടിയും വേണ്ട നമുക്ക് കേട്ടോ. എല്ലാവർക്കും, പ്രായമായവർക്കും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്. അത് വേണ്ട. അപ്പോൾ നമ്മൾ ഇത്രയും ഉണ്ടാക്കി കുഴപ്പമില്ല. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വെളിച്ചെണ്ണയിൽ മുക്കിയില്ലൊരു കുഴപ്പമില്ല, കാരണം ഇതിപ്പം അരി നല്ലോണം നമ്മൾ വാട്ടി മൂപ്പിച്ചെടുത്തതാണ് പാലിൽ, പിന്നെ പഴമാണുള്ളത്, എല്ലാം എന്ത സാധനങ്ങളാണ്. അപ്പം ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട്, ഞാൻ പറഞ്ഞ അബദ്ധം പറ്റിയത് എന്താ വെച്ചാൽ ആ പഴത്തിൻ്റെ സൈഡ്, പഴം ഇങ്ങനെ കുഴച്ചപ്പം പുറത്ത് വന്ന സമയത്ത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. അതാണ് ആ പഴമുള്ള പുറത്തേക്ക് നിന്ന സ്ഥലങ്ങളാണ് ആ കരിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മൾ മറിച്ചിട്ട്, ഞാൻ ഒന്ന് അപ്പുറത്തേക്ക് പോയപ്പോഴത്തേക്കും അങ്ങനത്തെ സാധനങ്ങൾ ഒന്ന് ഇതായി വന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നല്ല കുട്ടിയൊക്കെ ഉണ്ടാക്കാൻ കൊടുക്കുന്ന നല്ലൊരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്. അതുപോലെ വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്കിനിയും കാണാം കേട്ടോ.